തൊടുപുഴയിൽ സമ്മർ ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ 100 രൂപയാണ് അതിൽ നമുക്ക് ചാർജ്, എൻട്രി ഫീ എന്ന് പറയുന്നത്. കയറുമ്പോൾ തന്നെ ഒരു നല്ലൊരു രീതിയിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പോകുന്നത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ കുറച്ച് ആനിമൽസിനെയൊക്കെ വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്നോയും കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. കണ്ടു നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തു പറയാനുണ്ടല്ലോ, ഒരു നല്ലൊരു രീതിയിലുള്ള വേറൊരു ഫീൽ ഇരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ചെല്ലുമ്പം ഇവരെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നത് ആ ഒരു മത്സ്യകന്യകേനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോൾ പണ്ട് ഭയങ്കര അത്ഭുതം ഉണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് എന്തോ ഒരു ഫീലിംഗ് ആണ്, ഒരു പാവം തോന്നും. കാരണം അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ വെള്ളത്തിനടിയിൽ എത്ര നേരം എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഞാനതൊക്കെയാണ് ചിന്തിച്ചത് ആ സമയത്ത്. എനിക്കവരുടെ പെർഫോമൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിനേക്കാളുപരി ഞാൻ ഈ പറഞ്ഞതുപോലെ അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ള ഒരു ചിന്തയൊക്കെയാണ് കേട്ടോ എനിക്ക് വന്നത്. കാരണം വെള്ളത്തിൽ ഒരുപാട് സമയം അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. എന്തായാലും സ്കിന്നൊക്കെ എന്തൊക്കെയോ പോലെ ആകും. അപ്പോൾ എന്തായാലും ഭയങ്കര രസം തോന്നി. അതിനുശേഷം നമ്മൾ കുറേ സ്റ്റാളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനും എല്ലാം ഒരു വിധത്തിലുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാൻ ഉള്ള സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ വേണ്ട ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ മേടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പോകുന്നത് ഇതുപോലെ തന്നെ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള നയാഗ്ര വാട്ടർഫോൾസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടു. അതൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ റൈഡും കാര്യങ്ങളും അതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത്. സൊഹാൻ ഒരുപാട് റൈഡ്സിൽ കയറി അത്യാവശ്യം എൻജോയ് ചെയ്തു. മൊത്തം എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാര്യം ലെങ്തായി പോകും ഒരുപാട്. പിന്നെ അത് ഞാൻ ഷോർട്സിന് പകരം അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടേണ്ടി വരും. അപ്പോൾ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ.